പ്രിയമുള്ളവരെ, നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്നൊരു വാക്ക് പറയുന്നു. സൻബല്ലത്തും തോബിയാവും ദേശത്തിലെ ചില പ്രത്യേകമുള്ള വ്യക്തികൾ മുഴുവനും 52 ദിവസം കൊണ്ട് പണിയുവാൻ തക്കവണ്ണം ദൈവമിട്ട പദ്ധതി പ്രകാരം പണി ആരംഭിച്ചപ്പോൾ അവർ ഞങ്ങളെടുക്കൽ വിവിധ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ ധൈര്യം ക്ഷയിക്കത്തക്ക നിലയിൽ ഇടപെടുമ്പോൾ ഞാനും അല്പം ധൈര്യം ക്ഷയിച്ചു പോകുന്നുവോ എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വരുന്നുകൊണ്ട് നെഹെമ്യാവ് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നെ ധൈര്യപ്പെടുത്തണമേ എന്നൊരു വാക്ക്. ഈ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരോടും ദൈവദാസിമാരോടും കൂടപ്പിറപ്പുകളോടും പറയാം, ധൈര്യം എന്നൊരു പദം അല്ലെങ്കിൽ കോൺഫിഡൻ്റ് എന്നൊരു പദം നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അതിപ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. ധൈര്യമൊന്ന് ക്ഷയിച്ചു പോയാൽ മരണം പോലും സംഭവിക്കത്തക്ക നിലയിൽ കാര്യങ്ങളുടെ നിലവാരം മാറും. ദൈവം മനുഷ്യന് ആയുസ്സും ആരോഗ്യവും അനുഗ്രഹവും അവകാശവും എല്ലാം വെച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഒന്ന് അനുഭവിക്കണമെങ്കിൽ, അത് സന്തോഷത്തോടെ ഒന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവം വെച്ച മറ്റൊരു കാര്യമാണ് ധൈര്യം. നമ്മുടെ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഏത് അപകട മേഖലകളെയും വളരെയധികം നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. ഏത് കട്ടിയായ പ്രശ്നത്തെയും ധൈര്യമുള്ള വ്യക്തിക്ക് അത് അഭിമുഖീകരിക്കുവാൻ കഴിയും. പക്ഷേ ധൈര്യം ക്ഷയിച്ചു പോയാൽ നിസ്സാരമായി ചെയ്യേണ്ട കാര്യം പോലും നമുക്ക് ഭയം വന്ന് നമ്മെ പതിക്കും. അതുകൊണ്ട് ധൈര്യത്തിന് മനുഷ്യ ജീവിതത്തിൽ അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ ഏത് മതസ്ഥർക്കും ഏത് ഭാഷക്കാർക്കും ഈ ധൈര്യം എന്ന കാര്യം അത്യാവശ്യ കാര്യമാണ്. ഇത് ധൈര്യം ക്ഷയിച്ചു പോയാൽ നമ്മൾ യൂസ്ലെസ് ആണ്, ഉപയോഗമില്ലാത്ത വ്യക്തിയായി മാറും. അത് കുടുംബത്തിനകത്തായിരുന്നാലും അത് കുടുംബത്തിന് പുറത്തായിരുന്നാലും ഏറ്റവും വലിയ കമ്പനിയായിരുന്നു വർക്ക് ചെയ്യിപ്പിക്കുന്ന വ്യക്തിയായാലും വർക്ക് ചെയ്യുന്ന വ്യക്തിയാവും അതിന് ഉടമസ്ഥനായിരുന്നാലും ധൈര്യം ക്ഷയിച്ചു പോയാൽ ആ മനുഷ്യൻ്റെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിത്തീരും. ഈ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ പറഞ്ഞ വാക്ക്, നെഹെമ്യാവ് ദൈവത്തോട് ധൈര്യം ചോദിച്ചപ്പോൾ കർത്താവ് ധൈര്യം കൊടുത്തു. എണ്ണപ്പെട്ട ദിവസം ഉദ്ദേശങ്ങളെല്ലാം സഫലമായി. 52 ദിവസം കൊണ്ട് അതിൻ്റെ മതിൽ മൊത്തം പണിയുവാൻ തക്കവണ്ണമുള്ള ബലം ധൈര്യം കൊടുത്തുവെങ്കിൽ, ധൈര്യമില്ലാതിരുന്നുവെങ്കിൽ 56 മാസമായാലും 56 ആഴ്ചയായാലും 56 വർഷമായാലും ഒരു കാര്യം നടക്കത്തില്ലല്ലോ എന്ന ധൈര്യമുള്ളതുകൊണ്ട് 52 ദിവസം കൊണ്ട് കാര്യങ്ങൾ സക്സസ് ആയി മാറി. എന്നോട് ദൈവാത്മ ഇടപെടുന്ന അനുസരിച്ച് ആരുടെയൊക്കെയോ ദൈവം ആത്മാവ് സംസാരിക്കാൻ പോകുന്നു. ഒരു ഭയങ്കര ദൗത്യം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഒരു ഭയങ്കര ഉയർച്ചയിലേക്ക് കയറിപ്പോകാൻ ദൈവം പദ്ധതിയിട്ടുണ്ട്. പക്ഷെ എവിടെയോ ജീവിതത്തിനകത്ത് ഒരു ഭയം വന്ന് കയറി. എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്കത് പറ്റില്ല, എനിക്കതിന് ത്രാണിയില്ല എന്ന് പറഞ്ഞ് സ്വയമായി ചിന്തിച്ച് അതിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് നിങ്ങൾ ഒരു ശൂന്യനായിട്ട് കിടക്കുന്നൊരു കാഴ്ചപ്പാട് എനിക്ക് നൽകുന്നുമുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ചെവിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ തന്നെ ഈ വചനം നിങ്ങൾ ധൈര്യപ്പെടുത്തും. നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ പ്രിയപ്പെട്ട സുഹൃത്തെ, നല്ല കഴിവുണ്ടല്ലോ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒത്തിരി അവസരങ്ങളും നിങ്ങളെ നോക്കി നിൽക്കുന്നുവല്ലോ, എന്നിട്ട് എന്താ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? ആ ധൈര്യം ക്ഷയിച്ചു പോയി. ഒരു ചെറിയ ഭയം നിങ്ങളകത്ത് വന്ന് വീണുകൊണ്ടല്ലേ?
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വചനത്തെ അയച്ച് നിങ്ങളെ കൈവിട്ടു പോയ ധൈര്യത്തെ ദൈവം മടക്കി തന്ന് വളരെയധികം ഓജസ്സോടെ ഇന്നലകളിൽ നിങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതിന് അപ്പുറമായ കാര്യങ്ങൾ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിയാം. ഈ ദിവസം സ്റ്റെപ്പ് വെക്കാം. ഭയപ്പെട്ട് മാറ്റിയിട്ട വിഷയമുണ്ട്, ഭയപ്പെട്ട് വേണ്ട എന്ന് വെച്ച വിഷയമുണ്ട്, ഭയപ്പെട്ട യാത്രയെ ക്യാൻസൽ ചെയ്തില്ലേ, ഭയപ്പെട്ട ശുശ്രൂഷ വേദിയെ ക്യാൻസൽ ചെയ്തില്ലേ, ഭയപ്പെട്ടിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ, ആ പരീക്ഷയെ ഭയന്ന്, ചില വ്യക്തികളെ ഭയന്ന്, ചില നേതൃത്വത്തെ ഭയന്നുകൊണ്ട് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എത്രയോ ഓപ്പർച്യൂണിറ്റീസുകൾ, അവസരങ്ങൾ നമ്മെ വിട്ടുപോയി എന്ന ദൈവം ഈ സന്ദേശം കൊണ്ട് പുറവാക്കാണ്. അത് തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഒരു റീസെറ്റ്, ഒരു പുനഃസ്ഥാപനം ദൈവം ചെയ്തിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു 52 ദിവസം കൊണ്ട് നെഹമ്യാവിന് അത് പണിത് പൂർത്തീകരിക്കാൻ പറ്റിയതുപോലെ ചില എണ്ണപ്പെട്ട ദിവസങ്ങൾ, എണ്ണപ്പെട്ട ആഴ്ചകൾ, എണ്ണപ്പെട്ട മാസം കൊണ്ട് ദൈവം ചില വിടുതലിലേക്ക്, സക്സസ് എന്ന പദം, സഫലമായ എന്ന പദത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സൽബലത്ത് എന്തിയെ, തോബിയാവ് എന്തിയെ, നിരുത്സാഹനത്തിൻ്റെ വാക്ക് പറഞ്ഞ് പണികൾ മുടക്കിയ വ്യക്തികൾ എന്തിയെ, അവർ ലജ്ജിച്ചു പോയില്ലേ, അവർ നാണം കെട്ടു പോയില്ലേ? ദൈവത്തിൻ്റെ വചനത്തോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ആ ധൈര്യം വീണ്ടെടുക്കണം. അതൊരു ചലഞ്ചാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കണം. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് പ്രവർത്തിക്കാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ധൈര്യം വീണ്ടെടുക്കണം. ഒരു കാരണവശാലും മാറിപ്പോകരുതേ. കർത്താവ് ഇട്ട പദ്ധതിയാണ് അത്. ദൈവമിട്ട പദ്ധതിയിലേക്ക് വളരെ വിജയത്തോടെ നീങ്ങണം. ഒരു കാരണവശാലും മാറി നിൽക്കരുത്. അത് കർത്താവ് ചെയ്യും. ലജ്ജിച്ചു പോയി, സൽബലത്ത് ലജ്ജിച്ചു പോയി, തോബിയ ലജ്ജിച്ചു പോയി. നമുക്കറിയാം, നമ്മളെപ്പോഴും നാവിനകത്ത് ഉപയോഗിക്കുന്ന ദാവീദ് ഗോലിയാത്തിനെ കണ്ടിട്ട് ധൈര്യം ക്ഷയിച്ചു പോയെങ്കിൽ, ജ്യേഷ്ഠന്മാരും ശൗലെന്ന 1ാമത്തെ രാജാവും ഭയപ്പെട്ട് മാറിയപ്പോൾ ജനത്തിന് പോലും ഒരു പുച്ഛമായി. പക്ഷേ ഒരു ചെറിയ പ്രായമുള്ളൊരു ദാവീദ് ആ ധൈര്യം വീണ്ടെടുത്തിട്ട് ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ നിലം പൊത്തിയപ്പോൾ പ്രമോഷൻ ലിസ്റ്റിൽ, ഇസ്രായേൽ 2ാമത്തെ രാജാവ് എന്ന പ്രമോഷൻ ലിസ്റ്റിൽ ദാവീദിന് പേര് വന്നില്ലേ? യെസ്. അതുകൊണ്ട് പുസ്തകം പറയുന്നു, എല്ലാ രാജാക്കന്മാരെക്കാളും ദാവീദ് രാജാവ് ശ്രേഷ്ഠ രാജാവ് എന്ന പദവിയിലേക്ക് വന്നു. അതുകൊണ്ടാണല്ലോ ആ കുലത്തിനകത്ത് യേശു ക്രിസ്തു എന്ന രാജാവും കർത്താവും ജനിപ്പാൻ കാരണമായത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചറുണ്ട്. നിങ്ങൾ കൂടെ, ഈ ശബ്ദ ദൈവമക്കൾ കൂടെ അനേക പ്രിയപ്പെട്ടവർ ധൈര്യശാലിയായി ജനിക്കാനുണ്ട്. തലമുറകൾ ധൈര്യശാലി ജനിക്കാനുണ്ട്. നിങ്ങളുടെ കാലം കൊണ്ട് അത് ഒതുക്കരുത്. നിങ്ങളുടെ കാലം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ജനറേഷൻ ബ്ലോക്കായി മാറും. ഇന്ന് ഈ രാവിലെ എനിക്ക് നിയോഗപ്രകാരം ചില വ്യക്തിയെ ധൈര്യപ്പെടുത്തുവാൻ, ചില വ്യക്തികളെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം നിയോഗം എനിക്ക് തന്നുകൊണ്ട് ഞാൻ ആ ദൂത് പറയുന്നു. ഏത് പ്രായക്കാരും, ഏത് മതക്കാർക്കും, ഏത് ആമേസ്തോത്രം ശക്തന്മാർക്കും ചിലപ്പോൾ ഈ ദൂത് ഒരു ചെറിയൊരു എനർജറ്റിക്കായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സന്ദേശം നിങ്ങൾ കേട്ട് ആത്മാൽ ബലപ്പെടണം. ദൈവമേ, എനിക്ക് ധൈര്യം തരണമേ, ഞാൻ ആകെ ക്ഷയിച്ചിരിക്കുന്നുവെന്ന് നെഹമ്യാവെന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പറഞ്ഞ സ്ഥാനത്ത് ദൈവം ആ ധൈര്യത്തെ മടക്കി കൊടുത്തത് കൊണ്ട് 52 ദിവസം കൊണ്ട് ആ ധൈര്യം കൊണ്ട് പണി പൂർത്തിയായി. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ, നിങ്ങൾ പണി പൂർത്തിയാക്കും. ലൈഫ് സക്സസ് ആയി മാറ്റും. ആ ഫാമിലി ലൈഫ് സക്സസ് ആയി മാറും. കുഞ്ഞെ, എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, പണിത് വെച്ച വീടുണ്ടല്ലോ, പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത ചില മിഷൻസുകൾ, ദൗത്യമുണ്ടല്ലോ, അത് പൂർത്തിയാക്കാൻ പറ്റും. വിശ്വസിക്കാം. ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം നിങ്ങൾക്ക് എനർജിയായി മാറും. ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും, ഉയർച്ചകൾ കർത്താവ് കൊണ്ടുവരും. ധൈര്യം ക്ഷയിക്കരുത്, ശൂന്യമായി പോകരുത്. ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം. 52 ദിവസം മറക്കരുത്. 52 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇപ്പോൾ തന്നെ അത് നിറവേറാൻ സാധ്യതയുണ്ട്. അവൻ ലജ്ജിച്ചു പോകില്ല കേട്ടോ, ശൂന്യമായി പോകത്തില്ല. അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി മാറും. ഭയങ്കര അത്ഭുതം കാണാൻ പറ്റും. God bless you all.
ഈ ദൂതന്റെ മുമ്പാകെ നന്ദി പറയാം. ഗാഡ് ബ്ലസ് യു.